ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് കുറേ സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങൾ നടന്നിട്ടുണ്ട് ആഗോളതലത്തിൽ. എല്ലാം തന്നെ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ട്രംപ് ഇന്ന് 2 ട്വീറ്റ് ഇട്ടിട്ടുണ്ട്. ട്വീറ്റ് മീൻസ് ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ്. രണ്ടും കാനഡയെക്കുറിച്ചാണ്. അതായത് കാനഡയ്ക്ക് 100% താരിഫ് അപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യത്തെ പോസ്റ്റ്. അതായത് ട്രംപ് പറയുന്നത് കാനഡ ഗോൾഡൻ ഡോം പദ്ധതിക്ക് എതിരാണ്. ഗ്രീൻലാൻഡിൽ ട്രംപ് ഉദ്ദേശിക്കുന്ന ഗോൾഡൻ ഡോം എന്ന് പറഞ്ഞാൽ ഒരു സെക്യൂരിറ്റി പദ്ധതിക്ക് എതിരാണ്. അവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെക്യൂരിറ്റി പദ്ധതി ഒരുക്കുന്നത്. നമ്മളുടെ തണലിൽ തന്നെയാണ് അവർ കഴിയുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, ചൈനയുമായിട്ടുള്ള ബന്ധം ട്രംപിനെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് 3 ദിവസങ്ങൾക്ക് മുമ്പ് മാർക്കറിനെ ചൈന സന്ദർശനം നടത്തിയ സമയത്ത് ട്രംപിൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത് അത് കുഴപ്പമൊന്നുമില്ല, ഏത് രാജ്യങ്ങൾക്കും എവിടെ വേണമെങ്കിലും പോയി എഗ്രിമെൻറ്റ് ചെയ്യാം, അതൊന്നും വലിയ കാര്യമില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആരോ കാര്യമായിട്ട് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. സാർ ഇങ്ങനെയാണ് സംഭവം, ബോസ് അവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള കരാറുകളാണ് വെച്ചിരിക്കുന്നത്, ഇലക്ട്രിക് വാഹനങ്ങൾ വരുന്നുണ്ട്, അഗ്രികൾച്ചർ പ്രോഡക്റ്റുകൾ വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇനി അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് അവർ നിൽക്കില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ അഗ്രികൾച്ചർ പ്രോഡക്റ്റുകൾ ഇനി കാനഡയിലേക്ക് പോകുന്നത് ഇച്ചിരി കുറവ് നേരിടും, അവിടെ ഒരു പ്രതിസന്ധി നമ്മൾ നേരിടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉടനെ തന്നെ ചെയ്യണം, ഒരു പണി അങ്ങ് കൊടുക്കണം, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇടപെടണമെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ട്രംപിന് ഇച്ചിരി വെളിച്ചം വീണത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ട്രംപ് 100% താരിഫ് ഇടും എന്നാണ് പറഞ്ഞു വെച്ചത്. ഇനി കാനഡയും നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അടുത്ത് വീണ്ടും ഒരു ട്വീറ്റ് ഇട്ട് അതിൽ കാനഡ നിങ്ങൾ സൂക്ഷിച്ചോളൂ, ചൈനയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം, ചൈന നിങ്ങളെ മൊത്തത്തിൽ അങ്ങ് വിഴുങ്ങിക്കളയും, അതിന് നിങ്ങൾ തയ്യാറായിട്ടിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാനഡ ചൈന ബന്ധത്തിൽ ഒരു പുകച്ചൽ അമേരിക്കയുടെ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ വയറ്റിൽ നിന്നൊക്കെ പുക വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പുക വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റൊരു സൈഡിൽ നിന്ന് വേറൊരു പ്രഖ്യാപനം. ആ സംഭവം വേറെ ഒന്നുമില്ല, UK-യുമായിട്ട് ചെറിയൊരു പ്രശ്നം. UK-യുമായിട്ട് പ്രശ്നം വെച്ചാൽ ട്രംപ് ഒരു വിഷയം അങ്ങ് പറഞ്ഞു. ആ വിഷയം വേറെ ഒന്നുമില്ല, അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയോടൊപ്പം ചേർന്ന് ബ്രിട്ടീഷ് സോൾജേഴ്സ് താലിബാനെതിരെ യുദ്ധത്തിൽ ഏർപ്പെടേണ്ട സമയത്ത് UK സോൾജേഴ്സ് അത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ല, അവരുടെ എഫിഷ്യൻസി പോരാ എന്നാണ് പറഞ്ഞു വെച്ചത്. അത് അമേരിക്കയുടെ തന്നെ പോരാഞ്ഞിട്ടാണ് അമേരിക്ക അവിടെ നിന്ന് കെട്ടും കെട്ടി വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് UK-യിൽ നിന്ന് ഏതാണ്ട് ബാച്ചായിട്ട് 1000-ലധികം സോൾജേഴ്സ് അവിടെ പോയി പണിയെടുത്തിട്ടുണ്ടായിരുന്നു. വൺ ടൈം 400+, അതായിരുന്നു അവരുടെ ഒരു യൂണിറ്റ് ബാച്ച്. ഒരു ബാച്ചിൽ 400+ ഉണ്ടായിരുന്നു. അതിലേതാണ്ട് കുറേ പേര് താലിബാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, കുറേ പേര് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ യുദ്ധത്തിന് പോയ സോൾജേഴ്സിനെതിരെ ഉപയോഗിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല ട്രംപ് ഉപയോഗിച്ചത്. അപ്പോൾ ഇതിനെതിരെ കീർ സ്റ്റാർമർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ട്രംപ് അപ്പോളജൈസ് ചെയ്തേ മതിയാവും. ട്രംപ് അപ്പോളജൈസ് ചെയ്യാതെ ഒരു രീതിയിലുള്ള ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, അതാണ് UK-യുടെ നിലപാടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ തുടർന്ന് ഒരു പ്രഖ്യാപനം കൂടി പറഞ്ഞിട്ടുണ്ട്, നെക്സ്റ്റ് വീക്ക് ചൈനയിലേക്ക് പോകണത്രേ. ആരാണ്? കീർ സ്റ്റാർമർ. യൂറോപ്പിലുണ്ടായ ഒരു മാറ്റം, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഈ നാറ്റോ അംഗങ്ങളെല്ലാം കൂടി ശക്തമായ രീതിയിൽ ഇതിനെതിരെ അപലപിക്കണം എന്നൊക്കെയാണ് കീർ സ്റ്റാർമർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ എത്രമാത്രം പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് നമുക്കറിയില്ല, പക്ഷേ കീർ സ്റ്റാർമറിന്റെ ആവശ്യം അതാണ്. അതുപോലെ ഗ്രീൻലാൻഡ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഗ്രീൻലാൻഡ് പറഞ്ഞിരിക്കുന്നത് യൂറോപ്പ് ശക്തമായ രീതിയിൽ ഗ്രീൻലാൻഡിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പം ഇത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഇത്രമാത്രം ഗ്രീൻലാൻഡിന് ഒരു സപ്പോർട്ട് കിട്ടും എന്നുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രൗഡ് ഓഫ് യൂറോപ്പ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. യൂറോപ്പിനെ ഓർത്ത് അവർ അഭിമാനിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാലും ട്രംപ് ഗ്രീൻലാൻഡിന്റെ മേലുള്ള കണ്ണ് അങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല, അതാണ് ഇപ്പോഴത്തെ നിലപാട്. ഇനി അടുത്ത വേറൊരു സംഭവം, ഡാവോസിൽ വെച്ചിട്ടാണല്ലോ ഒരുപാട് നേതാക്കൾ ഇപ്പം റീസെൻ്റ് ആയിട്ട് സംസാരിച്ചത്. അവിടെ സ്വിറ്റ്സർലാൻഡിൽ വെച്ചിട്ട് അവിടുത്തെ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അപ്പം അതിനുമ്പ് ഒരു വിഷയം പറഞ്ഞേക്കാം. ഈ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പം നിലവിൽ ഒരു വ്യാപാര തർക്കങ്ങൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ടല്ലോ ട്രംപിൻ്റെ പോളിസിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അപ്പോൾ ഇതിൽ നിന്നും ഒരു തിരിച്ചുപോക്ക് ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് എക്കണോമിക് ഫോറം അങ്ങനെയാണ് വിലയിരുത്തുന്നത് കേട്ടോ. പല എക്കണോമിസ്റ്റുകളും ഇത് തന്നെയാണ് വിലയിരുത്തുന്നത്. അതായത് അതായത് പഴയ മാതൃകയിലേക്കുള്ള ഒരു വ്യാപാരം, സ്മൂത്ത് ആയിട്ടുള്ള ഒരു വ്യാപാരം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതായത് ഇപ്പം നിലവിൽ ഇങ്ങനെ മാറി മറിഞ്ഞ ഒരു വ്യാപാര രീതികൾ, ഇപ്പം ഏറ്റവും കൂടുതൽ നാഷണൽ സെക്യൂരിറ്റിയുടെ ഇൻട്രസ്റ്റ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള വ്യാപാരമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ താരിഫ് സ്ക്രൂട്ടനൈസിങ് എല്ലാ ഭാഗങ്ങളിലും ഇനി ഉണ്ടാവും എന്നാണ് പറയുന്നത്. പറഞ്ഞുകൊണ്ടുള്ള തീരെ താരിഫ് ഇല്ലാണ്ടുള്ള ഒരു ട്രേഡ് നടക്കില്ല എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു പരിധിവരെ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ ആരൊക്കെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്യുന്നു ആ രീതിയിൽ ആ എഗ്രിമെന്റ് ബേസ് ചെയ്തുള്ള ട്രാൻസാക്ഷൻസ് നടക്കും. ബാക്കി ഒരു രീതിയിലും ഒരു ഫ്രീ ട്രേഡ് എന്നുള്ളത് അത്ര പ്രതീക്ഷ വെക്കേണ്ട എന്നുള്ളതാണ് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ നിലപാട്. അപ്പോൾ അവിടെ വെച്ചിട്ട് സംസാരിച്ചതിൽ ഉർസുല വാണ്ടർ ലൈൻ, കായ കലാസ് ഇവരെല്ലാം തന്നെ നെക്സ്റ്റ് ഇന്ത്യയിലേക്ക് വരുന്നതായിട്ടും ഇന്ത്യയുമായിട്ട് ഞങ്ങൾ ഡീൽ സൈൻ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഇച്ചിരി കൊള്ളുമല്ലോ. എത്രത്തോളം അമേരിക്ക ഇന്ത്യയെ സുഹൃത്തായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്ണറായിട്ട് കാണുന്നു, അല്ലെങ്കിൽ അവരുടെ ട്രസ്റ്റഡ് പാർട്ട്ണറായിട്ട് കാണുന്നു എന്നുള്ള ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതൊക്കെ ഡയലോഗ് മാത്രമാണ്.
ഡയലോഗിലുപരിയായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് തെളിവ് സഹിതം നമ്മൾ കൈയോടെ പിടികൂടിയിരിക്കുകയാണ്. ഇന്ന് സ്കോട്ട് ബെസന്റ്, അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി അഥവാ ഫൈനാൻഷ്യൽ മിനിസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെ നിർമ്മല സീതാരാമന്റെ അതേ ഡെസിഗ്നേഷനിൽ വരുന്ന ആളാണ് സ്കോട്ട് ബെസന്റ്. സ്കോട്ട് ബെസന്റ് ഒരു TV ചാനലിന് ഇന്റർവ്യൂ കൊടുക്കുകയാണ്. അപ്പം സ്കോട്ട് ബെസന്റിനോട് ചോദിക്കുകയാണ്, ഇതേപോലെ നിങ്ങൾ എന്താണ് ഇന്ത്യയുടെ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? യൂറോപ്പ് വലിയ തോതിൽ ഇന്ത്യയുമായിട്ട് ട്രേഡ് ഡീലൊക്കെ വെക്കാൻ പോവാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു 25% യുപ്പനേറ്റീവ് താരിഫ് എടുത്ത് കളയാനുള്ള മാർഗ്ഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എന്താണ് അതിലേക്ക് നിങ്ങളുടെ അഭിപ്രായം എന്നാണ് ചോദിക്കുന്നത്. കാരണം റഷ്യയുമായിട്ടാണല്ലോ യൂറോപ്പിന് വിയോജിപ്പുള്ളത്. അതേ റഷ്യയുടെ പേരിലാണല്ലോ ഇന്ത്യക്ക് താരിഫ് തന്നിരിക്കുന്നത്, യുപ്പനേറ്റീവ് താരിഫ്. അപ്പോൾ ആ താരിഫ് നിലനിൽക്കുന്നത്. അപ്പോൾ യൂറോപ്പ് തന്നെ ഇന്ത്യയുമായിട്ട് സഹകരിക്കുമ്പോൾ പിന്നെ അമേരിക്ക എന്തിനാണ് 25% താരിഫ് ഇന്ത്യക്ക് മേളിൽ ചുമത്തിയിരിക്കുന്നത്? അതിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നേരിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ അതിന് പുള്ളിക്കാരൻ പറയുന്ന ഉദ്ദേശം ഇന്ത്യയുടെ താരിഫ് എടുത്ത് മാറ്റാൻ അതിന് വേറൊരു മാർഗ്ഗമാണുള്ളത്. അല്ലാതെ വേറൊരു മാർഗ്ഗം എന്താണ്? അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ അമേരിക്ക പറയുന്ന പോലെ കേട്ട് നിൽക്കണം. അതാണ് അതിൻ്റെ രീതി. അല്ലാതെ യൂറോപ്പിന് നന്മയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇന്ത്യ റഷ്യ തമ്മിലുള്ള ആ ബന്ധം വെച്ചിട്ടോ അല്ല ഈ താരിഫ് എന്നുള്ളതാണ് ഇപ്പോൾ തെളിയിക്കുന്നത്. അത് ട്രംപ് താരിഫ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് തന്നെ എന്തിനു കൊണ്ടുവന്നോ ആ കൊണ്ടുവന്ന എയിമിൽ നിന്നും മാറിയാണ് ഇപ്പം താരിഫ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ട്രേഡ് ഡെഫിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള പ്രഖ്യാപനങ്ങളോ അതിനെക്കുറിച്ചുള്ള എവിടെയെങ്കിലൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുന്ന പോലുമില്ല ഇപ്പോൾ അമേരിക്ക. നേരെ മറിച്ച് മറ്റുള്ള ജിയോ പൊളിറ്റിക്കൽ റീസൺസിന് വേണ്ടിയിട്ടും ഇവരുടെ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുമുള്ള തത്രപ്പാടിലാണ് ഇപ്പം താരിഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെ ആരുടെയൊക്കെ കഴുത്ത് നിറയ്ക്കാനുണ്ടോ അവിടെയൊക്കെ ചെന്ന് താരിഫ് ഇടുക എന്നുള്ളതാണ് ഇപ്പം അമേരിക്കയുടെ ഒരു പ്രിൻസിപ്പൽ. വളരെ നാണംകെട്ട പരിപാടിയാണ്. അപ്പോൾ അത് തന്നെയാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ സ്കോട്ട് ബെസന്റ് ഒരു ഉളുപ്പില്ലാതെ പറയുകയാണ്, യൂറോപ്പ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഇന്ത്യക്കും റഷ്യയ്ക്കും നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ യൂറോപ്പ് ശരിക്കും ഇന്ത്യക്ക് മേളിൽ സാങ്ഷൻസ് ആണ് ഇടേണ്ടത്. അപ്പം ഉപരോധം കൊണ്ടുവരുന്നതിന് പകരം അവർ പോയിട്ട് ട്രേഡ് ഡീൽ സൈൻ ചെയ്യുകയാണെന്നുള്ള ആ ഒരു പുകച്ചൽ, ആ ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷന്റെ പുകച്ചലാണ്. ഇത് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ ഇത് കാണണം, ഇത് കേൾക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്ത് പറയുന്നത്, എവിടെയൊക്കെ ഇരുന്നാണ് ഈ പുകച്ചൽ വരുന്നത്. അപ്പോൾ ഇവന്റെയൊക്കെ ഉള്ളിലിരിപ്പ്, ഇവന്റെയൊക്കെ മാനസികാവസ്ഥ, അപ്പോൾ ഇവന്റെ അടുത്താണ് പോയിട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് നമ്മൾ ബൈലേറ്ററൽ ട്രേഡ് അഗ്രിമെന്റിനൊക്കെ സംസാരിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിയത്. അപ്പം ഇവന്റെ മനസ്സിലിരിപ്പൊക്കെ എന്താണ് ഇന്ത്യയെക്കുറിച്ച് എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഡിപ്ലോമാറ്റിക് ഡയലോഗ് ആയിരിക്കാം, പക്ഷേ അത് അമേരിക്കയുടെ ഒഫീഷ്യൽ ഫോറത്തിലൂടെ വരേണ്ട തീരുമാനമാണ്. അല്ലാതെ ഡിപ്ലോമാറ്റിക് ഡിസിഷൻ TV ചാനലിൽ പോയിട്ട് വിളിച്ചു പോകാനുള്ളതല്ല. അപ്പോൾ ഇന്ത്യക്കെതിരെയുള്ള ആ ഒരു വെറുപ്പ് അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഡെഫിനറ്റ്ലി ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യക്ക് ഒരു 25% താരിഫ് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, UN വെച്ചിട്ട് ഇറാനെതിരെ ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്നതിൽ ഇന്ത്യ ആ റെസൊല്യൂഷനെ എതിർത്താണ് വോട്ട് ചെയ്തത്. സാധാരണ ഇന്ത്യ ഇമാതിരിപ്പെട്ട റെസൊല്യൂഷൻസിലൊക്കെ വിട്ടു നിൽക്കലാണ് പതിവ്. പക്ഷേ ഇത്തവണ ഇറാനെ അനുകൂലിച്ച് ഇറാന്റെ നിലവിലത്തെ ആയത്തുൽ അലി ഖമനേയി ഭരണകൂടത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള വോട്ടാണ് രേഖപ്പെടുത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലിസ്റ്റിൽ വരുന്ന രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഒരു 25% താരിഫ് ഫസ്റ്റ് പ്രയോറിറ്റിയിൽ വരും. അപ്പോൾ ഇന്ത്യ ആ ലിസ്റ്റിൽ നമ്പർ 1 ആണ്. അപ്പം തീർച്ചയായിട്ടും ചൈനയ്ക്കും ആ താരിഫ് വരും. അപ്പം അങ്ങനെ ലിസ്റ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതാണ് നിലവിലെ അമേരിക്കയുടെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചപ്പാട്. ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണല്ലോ. ഈ പടക്കപ്പലുകളൊക്കെ കൊണ്ട് അമേരിക്ക ഡിപ്ലോയ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് അടിക്കാത്തതെന്ന് പറഞ്ഞാൽ, ട്രംപിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വെനിസുലയിൽ എങ്ങനെയാണോ നിക്കോളസ് മദുറോവിനെ ടാർഗറ്റ് ചെയ്ത് കൃത്യമായിട്ട് പൊക്കിയത്, അതേപോലെ ആയത്തുൽ അലി ഖമനേയിയുടെ ലൊക്കേഷൻ ഇവർ ടാർഗറ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് മൊത്തത്തിൽ അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇവർ കൃത്യമായിട്ട് പഠനം നടത്തി സ്റ്റഡി ചെയ്ത് കറക്റ്റായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ ഈ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ലാതെ ഇവർ ഇറാന്റെ ഉള്ളിലേക്ക് പോയിട്ട് ബോംബിട്ട് ഒരു നീണ്ട യുദ്ധത്തിലേക്ക് പോകാൻ ഇവർ ഉദ്ദേശിക്കുന്നില്ല. ആയത്തുൽ ഖമനേയിയെ ടാർഗറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുവരേക്കും ഇവർ ചർച്ചകൾ തുടരും. അതായത് ചർച്ച മീൻസ് ഒരു ഓപ്പൺ അനൗൺസ്മെന്റ് ഇവർ ചെയ്യും. അതായത് റെജീം ചേഞ്ചിന് തയ്യാറാണോ എന്നുള്ള നിലയിലുള്ള ഒരു ചോദ്യവുമായിട്ട് ഇവരവിടെ നിൽക്കും. റെജീം ചേഞ്ചിന് തയ്യാറാണോ, ഞങ്ങൾ സമയം തരാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകും. വളരെ ഷോർട്ടായിട്ട്, പ്രിസൈസ് ആയിട്ട്, ഷാർപ്പായിട്ട് ഈ വിഷയം കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് നിർദ്ദേശം. അതിനാണ് പെന്റഗൺ ശ്രമിക്കുന്നത്. സെൻകോമിന് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അതാണ്. അതുപോലെ ഇന്നലെ അബുദാബിയിൽ വെച്ചിട്ട് 2 ചർച്ചകളാണ് നടന്നത്. ജെറാദ് കുഷ്ണറും സ്റ്റീവ് വിറ്റ്കോഫും ഉണ്ടായിരുന്നു. റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട ഒരു നെഗോസിയേഷൻ അവിടെ വെച്ച് നടന്നു. അതിനെ തുടർന്ന് ഇസ്രായേൽ ഗാസ വിഷയവും കൂടി ചർച്ചയായിട്ടുണ്ട്. ഖത്തറിൽ നിന്നും സംഭവങ്ങളൊക്കെ മാറ്റി UAE മീറ്റിംഗ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ ഒരു ഡിപ്ലോമാറ്റിക് ചേഞ്ച് നടന്നു. അതുകൂടാതെ UAE ഇസ്രായേലിനെ ഗാസ സർവൈലൻസിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള വാർത്ത വരുന്നുണ്ട്. അതായത് ഇത് അംഗീകരിച്ച ആദ്യത്തെ അറബ് രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് UAE. ഇതിൽ ഗാസയുടെ കൺസ്ട്രക്ഷൻ പ്ലാൻ, പുതിയ ഗാസയുടെ മാപ്പ്, അതുപോലെ റഫ ഗേറ്റുമായിട്ട് ചുറ്റിപ്പറ്റി കിടക്കുന്ന കാര്യങ്ങൾ, ഇസ്രായേൽ കൈക്കലാക്കാൻ പോകുന്ന ഗാസയുടെ ഏരിയ എത്രയാണ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു അപ്രോക്സിമേറ്റ് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള മാപ്പും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ ഷെയർ ചെയ്യുന്നതാണ്.
അപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയിലേക്ക് വരുന്നതും ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നതും ഇവിടെ കരാറുകൾ ഒപ്പിടുന്നതെല്ലാം അമേരിക്കയ്ക്ക് അത്ര താല്പര്യമില്ല എന്നുള്ളതാണ് സ്കോട്ട് ബെസന്റിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് പച്ചയായ യാഥാർത്ഥ്യമാണ്. അതുപോലെ ട്രംപ് മാർക്ക് കർണിയെ ഗവർണർ ഓഫ് കാനഡ എന്നാണ് വിശേഷിപ്പിച്ചത്. അമേരിക്ക ശരിക്കും കാനഡയുടെ പ്രൈം മിനിസ്റ്റർ എന്ന് വിളിക്കുന്നതിന് പകരം ഗവർണർ എന്ന് പറഞ്ഞുകൊണ്ട് അപമാനിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കാനഡ ഒരു സോവറൈൻ സ്റ്റേറ്റ് ആണ്, അതിൻ്റെ ഭരണാധികാരി പ്രൈം മിനിസ്റ്ററാണ്. ആ പ്രൈം മിനിസ്റ്ററിനെ അമേരിക്കയുടെ 51, 52ാമത്തെ സ്റ്റേറ്റുകളായിട്ട് കണക്ക് കൂട്ടിക്കൊണ്ട് ഗവർണർ എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഇത് അപമാനകരമാണ്. ഇങ്ങനെയാണ് ട്രംപ് മനുഷ്യന്മാരെ അപമാനിക്കുന്നത്. ട്രംപ് ആരാധകർക്ക് അത് ഒരു പക്ഷേ ഫണ്ണായിട്ട് തോന്നാം, പക്ഷെ അത് ഫണ്ണല്ല, അത് ശരിക്കും അപമാനിക്കൽ തന്നെയാണ്. ജർമ്മനി ഒരു റിമാർക്കബിൾ ഡിസിഷൻ, അതായത് അവർക്ക് ഒരു വേവലാതിയും വെപ്രാളമാണ്, വേറെ ഒന്നുമില്ല. ഒരു 1600 ടൺ സ്വർണ്ണശേഖരമാണ് ജർമ്മനിക്ക് ആകെ ഉള്ളത്. ഇതിൽ ഒരു 30% അമേരിക്കയിലാണ് ഉള്ളത്. ഒരു നാഷ്ദാഗുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റോക്ക് എക്സ്പെട്ട് അമേരിക്കയിൽ അവരുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഈ 37% എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്ട് 100 ബില്യൺ വർത്ത് വരുന്ന ഗോൾഡാണ് അവിടെ ഉള്ളത്. 100 ബില്യൺ വർത്ത് വരുന്ന ഗോൾഡ്. ഇത് 2-3 ഘട്ടങ്ങളായിട്ട് ജർമ്മനി തിരികെ ജർമ്മനിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ്. പക്ഷേ ഇത് അമേരിക്ക എത്രമാത്രം സമ്മതിക്കുമെന്ന് അറിയില്ല. കാരണം ഇപ്പം നിലവിൽ ഇതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. കാരണം സാങ്ഷൻസ്, ഉപരോധ ഭീഷണി. 2022 തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയ സമയത്ത് റഷ്യയുടെ അസറ്റുകൾ ഇങ്ങനെയാണല്ലോ ഫ്രീസ് ചെയ്തത്. അന്ന് ജർമ്മനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, ജർമ്മനി അതിന് ഓക്കെ പറഞ്ഞിരുന്നു. ജർമ്മനി മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ടാണ് റഷ്യയുടെ സ്വത്തുക്കൾ മുക്കിയത്. അമേരിക്ക ജസ്റ്റ് ഒരു സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ. ഇവർക്ക് മോഷണം ഇവരുടെ കലയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർ അപ്പോഴേ അങ്ങ് മോട്ടിച്ച് വാക്ക് കേൾക്കാനേ കാത്തിരുന്നു. ജസ്റ്റ് ഫ്രീസ് ചെയ്ത് അതിനെ അതൊരു ഫ്രോസൺ ഫണ്ടായിട്ട് അങ്ങ് മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിൽ ഈ ജർമ്മനിക്ക് ഇപ്പോൾ തിരിച്ചു കിട്ടുമോ എന്നുള്ള പേടി. അപ്പം 2022 ഇത് സംഭവിച്ച ഉടനെ ഇന്ത്യ കുറച്ചുകൂടെ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് നീക്കി. നമുക്ക് ഒരു 40% ശരിക്കും ട്രഷറി ബോണ്ട് ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അമേരിക്കൻ ട്രഷറിയിൽ. ഇന്ത്യ അത് ഒരു 30% കുറച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 173 ബില്യനാണ് ഇപ്പോൾ നിലവിലെ ഇന്ത്യയുടെ അമേരിക്കൻ ട്രഷറിയിലെ ബോണ്ട് കൈവശം വെച്ചിരിക്കുന്നത്. അമേരിക്കയുടെ കടപ്പത്രം, ഇന്ത്യ കടപ്പത്രം വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. മീൻസ് അമേരിക്കയ്ക്ക് കടം കൊടുത്തിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ആ നോട്ട് 173 ബില്യനാണ്. അത് ഇന്ത്യ കുറച്ച് കൊണ്ടുവന്നതാണ്. 2022, 23, 24 ഇങ്ങനെ ഗ്രാജുവലി കുറച്ച് കൊണ്ടുവരാണ്. അപ്പോൾ ഇപ്പം 173 ബില്യന് RBI ഉത്തരവിട്ടിരിക്കുന്നത് ഗവൺമെന്റ് അടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ആ 173 ബില്യൻ കൂടി വിറ്റ് ഒഴിവാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇനിയും അമേരിക്ക ഇന്ത്യയുടെ മേളിൽ പ്രഷർ ഇടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വിറ്റ് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം പിന്നീട് ഇവർ സീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് പല സാഹചര്യങ്ങളിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ നിലപാട് എത്രമാത്രം ശരിയായ നിലപാടാണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം വേറെ ഒന്നുമില്ല, റഷ്യ ഉക്രൈൻ വിഷയത്തിൽ ഇന്ത്യയെ ബ്ലെയിം ചെയ്തുകൊണ്ട് ഇന്ത്യയാണ് വാർ മെഷീനെ ഫീഡ് ചെയ്യുന്നത് എന്നുള്ള നിലയിൽ ഇന്ത്യക്ക് മേളിൽ 25% പ്യൂണിറ്റീവ് താരിഫ് തന്നപ്പോൾ ഇന്ത്യ അതിന് ഒരു രീതിയിലുള്ള മറുപടിയോ അല്ലെങ്കിൽ റെസ്പോണ്ടോ ചെയ്യാൻ പോയില്ല. അങ്ങനെ അഥവാ നമ്മൾ ട്രംപിന്റെ കാല് പിടിക്കാൻ പോയിരുന്നെങ്കിൽ ആ ഒരു സമയത്ത് ചിലപ്പം ആ 25% താരിഫ് ഒരു പക്ഷേ ഒഴിവാക്കിയേനെ. പക്ഷെ പിന്നീട് നമ്മൾ അമേരിക്കയുടെ അടിമയാവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറാൻ വിഷയത്തിൽ അമേരിക്ക പറയും ഇന്ത്യ മാറി നിൽക്കുമെന്ന് പറയും. അപ്പോൾ നമ്മൾ മാറി നിൽക്കേണ്ടി വരും. ഇറാനുമായിട്ടുള്ള കച്ചവടം നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർ അടിച്ചമർത്തും. കാരണം ഇവർക്ക് മനസ്സിലായി നമ്മൾ അടിമകളാണെന്ന്. അപ്പോൾ നമ്മളെ അടിച്ചമർത്താൻ വരും. അപ്പോൾ അവിടെയൊക്കെ ഇന്ത്യക്ക് വളഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ നട്ടലുയർത്തി കൃത്യമായിട്ട് നീ 25% താരിഫ് പ്യൂണിറ്റീവ് താരിഫ് ഇട്ടെങ്കിൽ, അതായത് ലോകത്ത് ഒരു രാജ്യത്തിനും കൊടുക്കാത്ത താരിഫ്, ഒറ്റ രാജ്യങ്ങൾക്ക് ഇടാത്ത താരിഫാണ് ഇന്ത്യക്ക് മാത്രം. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം സുഹൃത്താണ് ഇന്ത്യ. അപ്പോൾ ട്രസ്റ്റഡ് പാർട്ട്ണറാണ്, റിലയബിൾ പാർട്ട്ണറാണ്, ഇൻഡോ പസഫിക്കിൽ വളരെയധികം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് 25% പ്യൂണിറ്റീവ് താരിഫ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ വിള്ളൽ വന്ന് കളയും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ സ്നേഹം കാണിക്കേണ്ട സാഹചര്യത്തിലാണ് ട്രംപ് 25% താരിഫ് ഇന്ത്യക്ക് തന്നത്. ആ ട്രംപിനെ പോയി കാല് പിടിക്കണം, അമേരിക്കയുടെ മുന്നിൽ പോയി മുട്ടുമടക്കി നിൽക്കണം എന്നൊക്കെയാണ് ചില ആൾക്കാർ ഇവിടെ ആഗ്രഹിക്കുന്നത്, ചില അമേരിക്കൻ പ്രിയർ ഇവിടെ ആഗ്രഹിക്കുന്നത്. അമേരിക്ക അവിടെ തന്നെ ഉണ്ട്. അമേരിക്ക പുതുതായിട്ട് ഇന്നലെ ഉണ്ടായ രാജ്യമൊന്നുമല്ല. അമേരിക്ക അവിടെ തന്നെ ഉണ്ട്. നമ്മൾ കാലാകാലങ്ങളായിട്ട് അമേരിക്കയുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് നമ്മളുടെ വിവിധ ഗവൺമെന്റുകൾ ഇതിനു മുമ്പും അമേരിക്കയുമായിട്ട് നല്ല ബന്ധം തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നല്ല ബന്ധം തന്നെയാണ്. പക്ഷേ ഇതൊക്കെ ഡിപ്ലോമാറ്റിക് ഇഷ്യൂസ് ആണ്, സ്ട്രാറ്റജിക് പോയിന്റിൽ പ്രഷർ പോയിന്റ് ആണ്. ഇത് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് ഗവൺമെന്റിന് നന്നായിട്ട് അറിയാം. അതനുസരിച്ച് തന്നെയാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അന്ന് മുട്ടുമടക്കിയിരുന്നെങ്കിൽ ഇന്ന് നമ്മളെ അവന്മാർ ഇതേപോലെ വീണ്ടും ആവർത്തിപ്പിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഈ ബോണ്ട് വിൽക്കുമെന്നുള്ള ഒരു ഭീഷണി ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നതുകൊണ്ട് 173 ബില്യനാണ് നമ്മൾ വിറ്റിട്ട് ഗോൾഡ് വാങ്ങിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കൃത്യമായ ടൈമിലാണ് ഈ പ്രൊപ്പോസൽ വന്നിരിക്കുന്നത്. ഇനി അഥവാ ഇറാന്റെ പേരും പറഞ്ഞുകൊണ്ട് 25% താരിഫ് ഇന്ത്യക്ക് മേളിൽ അപ്ലൈ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ ആ പ്രവൃത്തിയിലേക്ക് പോകും. അതുപോലെ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ധാന്യങ്ങൾക്ക് നമ്മൾ 30% താരിഫ് ഓൾറെഡി തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മളും നെഗോസിയേഷന് വേണ്ടിയിട്ടുള്ള പ്രഷർ പോയിന്റ് ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരാണ്. അപ്പം അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള ആ ഒരു നെഗോസിയേഷൻ പോയിന്റ് വീണ്ടും റൈസ് ആയി. അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വീണ്ടും കത്തി ജ്വലിക്കുകയാണ്.
അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഒന്നേന്ന് വീണ്ടും നെഗോഷിയേറ്റ് ചെയ്യട്ടെ. ഇനി ഇന്ത്യക്ക് എന്തെങ്കിലും ഇളവ് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ, ഇനി ഇന്ത്യക്ക് എന്തെങ്കിലും ഇളവുകൾ ചെയ്യാമെങ്കിൽ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന 30%, അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ മീൻസ് ധാന്യങ്ങൾക്ക് നമ്മൾ ഉയർത്തി വെച്ചിരിക്കുന്ന താരിഫ് ഡിസ്കൗണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച അവരും കൂടി ചെയ്യേണ്ടി വരും. അഥവാ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട താരിഫ് അല്ലെങ്കിൽ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട താരിഫ് നമുക്ക് അഥവാ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട 25%, അതായത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഇന്ത്യക്ക് മേളിൽ താരിഫ് ചുമത്താൻ, ഇറാന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് മേളിൽ താരിഫ് ചുമത്തുകയാണെന്നുണ്ടെങ്കിൽ, താരിഫ് പ്രഖ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 173 ബില്യൺ കടപ്പത്രം വിറ്റൊഴിവാക്കാൻ നമ്മൾ ഉറപ്പിച്ച് തീരുമാനിക്കും. ഇനി അഥവാ ആ ഒരു വിഷയത്തിൽ നിന്ന് നമ്മൾ തെന്നി മാറിക്കഴിഞ്ഞാൽ വീണ്ടും റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട പുനറ്റീവ് താരിഫ് വിഷയത്തിൽ ഇതേ ട്രഷറി ബോണ്ട് കടപ്പത്രം ടാക്ടിക്സ് നമ്മൾ വീണ്ടും ഉപയോഗിക്കുകയും. ഇതാണ് ഇപ്പോൾ ഇന്ത്യ എടുത്തിരിക്കുന്ന ഒരു ഗെയിം പ്ലാൻ. അമേരിക്ക 7 ഷിപ്പുകൾ ഇതുവരെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. ഷാഡോ ഫ്ലീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് 7 ഷിപ്പുകളാണ് വെനിസുലയിൽ നിന്നും എണ്ണ കൊണ്ടുപോയ 7 കപ്പലുകൾ ഇവർ റാഞ്ചി കൊണ്ട് പോയിട്ടുണ്ട്. അതെല്ലാം തന്നെ അവരുടെ അസറ്റുകളായിട്ട് അറ്റാച്ച് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ എണ്ണയൊക്കെ അവർ വിറ്റ് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലുപരിയായിട്ട് ആ ഷിപ്പുകൾ അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അവരുടെ അസറ്റുകളായിട്ട്. വളരെ നല്ലതല്ലേ? അമേരിക്ക എത്തിക്സിന് നിരക്കാത്ത പരിപാടികളൊന്നും ചെയ്യാറില്ല. അവർ വളരെ എത്തിക്സോടുകൂടി പെരുമാറുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കരീബിയൻ, അതായത് പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ അല്ലെങ്കിൽ സൊമാലിയ കടൽക്കൊള്ളക്കാർ ഇവരൊക്കെ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് അവർക്ക് ഈ കടത്തൽ പണി ചെയ്യാൻ അറിയാമെന്നുള്ളതാണ് അവരിപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഏതെങ്കിലും കാരണവശാൽ വാഹനങ്ങളൊക്കെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അപകടമുണ്ടാക്കിയ വാഹനങ്ങൾ, ചില കേസിൽപ്പെട്ട വാഹനങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് പോകാറുണ്ട്. പോലീസ് സ്റ്റേഷനിൽ തന്നെ കിടന്ന് തുരുമ്പിക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ അത് വിറ്റൊഴിവാക്കാറില്ല. അതിനേക്കാളും ബെറ്റർ പൊസിഷനിലാണ് അമേരിക്ക ഇപ്പം പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിറിയ വിഷയത്തിൽ തയ്യബ് എർദോഗൻ വളരെ ഹാപ്പി മൂഡിലാണ്. കാരണം സൗദി അറേബ്യ കൂടി ചേർന്നിട്ടാണ് HTSന്റെ അഹമ്മദ് അൽ ഷാര ആ ഐസിസ് ഭീകരനെ സപ്പോർട്ട് ചെയ്ത് ഈ കുർദുകളെ അടിച്ചൊതുക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ മാപ്പിൽ കാണിക്കുന്ന ഈ ഏരിയകളെല്ലാം തന്നെ ഐസിസുകാർ കൈയടക്കി കഴിഞ്ഞു. ഈ കുർദുകളുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു സ്റ്റോറിയാണ്. പക്ഷേ അമേരിക്ക കാണിച്ചത് വല്ലാത്ത മോശപ്പെട്ട പ്രവൃത്തിയാണ്. ഇതേ അമേരിക്കക്കാരോടൊപ്പം നിന്ന് ഈ ഐസിസ് ഭീകരന്മാരെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് ഈ തീവ്രവാദികൾക്കെതിരെ വളരെയധികം പാടുപെട്ട് അമേരിക്കയോടൊപ്പം നിന്ന് യുദ്ധം ചെയ്ത വ്യക്തികളാണ് ഈ കുർദുകൾ. ഈ കുർദുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അവർ ലിബറൽ കമ്മ്യൂണിറ്റിയാണ്. അവർക്ക് മെൻ ഫോഴ്സ് ഉണ്ട്, അതേപോലെ വിമൺ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഫ്രീഡം ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ലിബറൽ ചിന്താഗതിയുള്ള ആൾക്കാരാണ്, തീവ്ര ഇസ്ലാമിക നിലപാടുള്ള ആൾക്കാരല്ല. അപ്പം വലിയൊരു ഏരിയ ആയിരുന്നു അവർ ശരിക്കും പറഞ്ഞാൽ സിറിയയിൽ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നത്. ഇനിയിപ്പം ഒറ്റ സിറിയ എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഭീകരന്റെ കാഴ്ചപ്പാടാണ്. റക്ക എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തിന്റെ ഗേറ്റിന്റെ കവാടത്തിന്റെ മുകളിൽ നിന്നിട്ട് ഒരു ഐസിസ് ഭീകരൻ കൊടി ഉയർത്തുകയാണ്. ഈ പതാക ഐസിസിന്റെ പതാകയാണ്. അവൻ പറയാണ് വ്യക്തമായിട്ട്, ഈ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അഹമ്മദ് അൽ ഷാര അത്ര ഡെമോക്രാറ്റിക് ഫേസ് ഉള്ള ഒരു വ്യക്തിയൊന്നുമല്ല, ആള് ഭീകരനാണെന്നാണ് പുള്ളിക്കാരൻ വിളിച്ച് പറയുന്നത്. ഈ ഭീകരനെയാണ് ഇപ്പം സിറിയയിൽ കൊണ്ടിരുത്തി വെച്ചിരിക്കുന്നത്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് സൗദി അറേബ്യയും തുർക്കിയുമാണ്. അവരെല്ലാം തന്നെ വഹാബിസത്തിന്റെ ആൾക്കാരാണ് സൗദി. അതുപോലെ വഹാബിസത്തിന്റെ ആൾക്കാരാണ് സൗദി, സലഫിസം, മുജാഹിദ് എല്ലാം തന്നെ ഇതിന്റെ ബ്രാഞ്ച് ഓഫ് തീവ്ര ഇസ്ലാമിക നിലപാടാണ്. അതുപോലെ തന്നെ ഇപ്പുറത്ത് പറയണ്ടല്ലോ, ഖിലാഫത്തിന്റെ ഏറ്റവും നമ്പർ 1 ഓട്ടോമൻ എംപററിന്റെ കാലഘട്ടം തൊട്ടേ അവരാണ് ഇതിന്റെ പിൻതലമുറക്കാരെന്ന് അവകാശത്തോടു കൂടി, അതായത് അവരാണ് ഇസ്ലാമിക് ഖിലാഫത്തിനെ നിലനിർത്തുന്ന ആൾക്കാർ, അവർക്കാണ് അതിന്റെ അവകാശമെന്ന് വാദിക്കുന്ന ആൾക്കാരാണ് തുർക്കിയിലെ ഇപ്പോഴത്തെ ഭരണകൂടം. അവിടുത്തെ ഒരുവിധം പോപ്പുലേഷൻ, ഒരു 60% പോപ്പുലേഷനും ഇതേ മാനസികാവസ്ഥയിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് തയ്യബ് എർദോഗനൊക്കെ ഈ രീതിയിൽ അവിടെ പെർഫോം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും സിറിയയിലെ കുർദുകളുടെ അവസ്ഥ പരിതാപകരമാണ്. അമേരിക്കയെക്കുറിച്ച് എനിക്ക് ഇതിനകത്ത് 2 വാക്ക് പറയാനുണ്ട്. ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ അവർക്ക് മൂല്യച്ചോർച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ മൂല്യങ്ങളെ മറന്നുകൊണ്ടുള്ള നിലപാടാണ് അവരെടുത്തിരിക്കുന്നത്, പ്രത്യേകിച്ച് സിറിയയുടെ കാര്യത്തിൽ. ഇത് പറയുമ്പോൾ ചിലപ്പം പലർക്കും വിഷമം തോന്നിയെന്ന് വരാം, പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. നമ്മൾ നേതാക്കളിൽ ആരാധന മൂത്ത് നേതാക്കൾ ചെയ്യുന്ന പല കാര്യങ്ങളും ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതേ നേതാക്കൾ തെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ അവരെ വിമർശിക്കാൻ മറക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം അങ്ങനത്തെ നിലപാടിൽ എത്തിയിരിക്കുകയാണ് ട്രംപിന്റെ ഭരണകൂടം. ട്രംപ് കാണിക്കുന്ന അധപ്പതനം എന്ന് പറഞ്ഞാൽ സിറിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അട്ടർ ഫെയിലിയറാണ് ട്രംപിന്റെ നിലപാട്. അത് പ്രത്യേകിച്ച് ഈ കുർദുകളെ കൈയൊഴിഞ്ഞ വിഷയത്തിൽ അട്ടർ ഫെയിലിയറാണ്. ഇതിൽ യാതൊരു മാറ്റമില്ല. നമ്മൾ സിറിയയുടെ വിഷയം കവർ ചെയ്തതുപോലെ മറ്റൊരു ചാനലും കവർ ചെയ്തിട്ടുണ്ടാവില്ല. തുടരെ അവിടുത്തെ ഡെവലപ്മെന്റ്സ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ദിവസം ഇത് സംഭവിക്കും എന്നുള്ളത്
ഈ തലപ്പത്ത് ഈ അഹമ്മദ് അൽ ഷാര വന്നിരുന്നപ്പോഴേ നമുക്ക് മനസ്സിലായ വിഷയമാണ്. അഹമ്മദ് അൽ ഷാര ഇതുവരെ ഐസിസിനെ തള്ളി പറഞ്ഞിട്ടില്ല. അയാൾ അതിലുണ്ടായിരുന്ന ആളാണ്. അതിനെ തള്ളി പറയാനുള്ള മാനസികാവസ്ഥ അയാൾക്ക് ഉണ്ടായിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അതുപോലെ ബെൽജിയം ഇസ്രായേലിലേക്ക് വരുന്ന ആയുധങ്ങളെല്ലാം തന്നെ അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ആണെങ്കിൽ എയർ സ്പേസ് പൂർണ്ണമായിട്ട് ഒഴിച്ചിട്ടിരിക്കുകയാണ്. കാരണം ഇറാന്റെ വിഷയത്തിൽ ഒരു തീരുമാനമാകുന്നത് വരെ ഇസ്രായേലിന്റെ എയർ സ്പേസ് ഒഴിഞ്ഞിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പുറത്ത് ജോർദാന്റെ അമേരിക്കൻ ബേസിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ C-17 കാർഗോ എയർക്രാഫ്റ്റുകൾ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ നിന്നും. ഒരുപാട് ആയുധങ്ങൾ അവിടെ ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ എയർ റീഫ്യൂവലർ എയർക്രാഫ്റ്റ്സും അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട് ജോർദാന്റെ ഉള്ളിലുള്ള അമേരിക്കൻ ബേസിൽ. ഇതാണ് നിലവിലെ അന്തരീക്ഷം. അപ്പോൾ അങ്ങനെ ഒരുവിധം നമ്മൾ ഇന്നത്തെ ജിയോ പൊളിറ്റിക്സ് എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.